ഹലോ. ഇന്ന് നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഷോപ്പിങ്ങിന് പോവുകയാണ്. വേറൊന്നുമല്ല, സാരി എടുക്കാനായിട്ട്. അപ്പോൾ പൊങ്കാല ചൊവ്വാഴ്ചയാണ്, ഇന്ന് ശനിയാഴ്ച. ഒരു നാളെ പോകും. അപ്പോൾ ഇന്ന് പോയിട്ട് അമ്മയ്ക്ക് പറ്റുന്ന കയ്യിലുള്ള ഒരു ബ്ലൗസിൻ്റെ ഒരു സെറ്റ് സാരി ഒരെണ്ണമാണ് പ്ലാൻ. അത് മേടിക്കാനായിട്ടുള്ള പോക്കാണ് ഇന്നത്തെ ഡേ അതാണ്. നമുക്ക് റെഡിയായിട്ട് ഇറങ്ങുമ്പോൾ കാണാം. ഇപ്പോൾ നമ്മൾ റെഡി ആവുന്നേ ഉള്ളൂ. പിന്നെ ശനിയാഴ്ച ഇന്ന് പോയിട്ട് നമ്മൾ സാരിയൊക്കെ എടുത്തിട്ട് വരും. ചെറിയ ചെറിയ വിശേഷങ്ങളാട്ടോ ഈ വീഡിയോ ഫുള്ളുള്ളത്. അപ്പോൾ നമുക്കിനി ഇറങ്ങുമ്പോൾ കാണാം. അങ്ങനെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങി ഇത് നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ സാരിയും ഡ്രസ്സും ഒക്കെ അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ തൊട്ടിപ്പുറത്തുള്ള നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറി പൊങ്കാലയ്ക്കുള്ള അരിയും ഏലക്കയും അങ്ങനത്തെ സാധനങ്ങളും എല്ലാം മേടിച്ചു. ഇപ്പോൾ കുറച്ച് പച്ചക്കറിയെ കൂടെ മേടിച്ചിട്ട് നമുക്ക് മെല്ലെ ഇവിടുന്ന് ഇറങ്ങാം. അതാണ് പരിപാടി. മുഖം ഭയങ്കര പൊരിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് മാറി നിൽക്കുവാണ് അമ്മ. അവിടെ പച്ചക്കറി ഭയങ്കര തിരക്ക്. അപ്പോൾ പൊങ്കാലയ്ക്ക് പോകാനുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഷോപ്പിങ്ങിന്. നല്ല തിരക്കായതുകൊണ്ടാണ് ഈ കാര്യമായ വീഡിയോ എടുപ്പ് നടക്കാത്തത്. സത്യം പറഞ്ഞാൽ പബ്ലിക്കായിട്ടൊക്കെ ഒന്ന് വ്ളോഗ് എടുക്കുന്നവരെ സമ്മതിക്കണം. ഇപ്പോൾ പച്ചക്കറി വാങ്ങി ബില്ലടിച്ചിട്ട് ഇനി വല്ല പരിപാടി ഉണ്ടോയെന്ന് അറിയത്തില്ല. അതിവിടെ കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ. തെരടിയിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ട് വേണം പോവാൻ. അവർ നാളെ തന്നെ പോകും. ഞായറാഴ്ച തന്നെ പോയി വേറെ കുറേ ക്ഷേത്രങ്ങളൊക്കെ കറങ്ങിയാണ് അവർ ആറ്റുകാലെത്തുക. അപ്പോൾ 1-2 വേറെ അമ്പലങ്ങളിലും കൂടെ പോകാനായിട്ട് നാളെ ഉച്ചയ്ക്ക് തന്നെ അവർ പോകും. കാരണം ചൊവ്വാഴ്ച രാവിലെയാണല്ലോ പൊങ്കാല. അപ്പോൾ അത് കാരണം അതിരാവിലെയാണല്ലോ നാളെ പൊങ്കാല. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്നെല്ലാം ഇറങ്ങിയിട്ട് കാണാം. ഹലോ പറഞ്ഞേ. ഹലോ, സുഖമാണോ ചോദിച്ചേ? ഇങ്ങോട്ട് നോക്കടി. സുഖാനോ? ഇങ്ങ വന്നേ.
ശരിയാക്കണോ വണ്ടി? ഓക്കെ, റിപ്പയർ പണിയെല്ലാം തീർക്കട്ടെ. എത്ര രൂപയുണ്ട് കൈ? 10 രൂപ. ഓക്കെ, ശരിയായി കൊണ്ടുപോയിക്കോ. നമ്മുടെ വീട്ടിൽ തന്നെ തെരളിയിലുണ്ട്. പിന്നെ തെരളിയില മേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? നമ്മുടെ ഇവിടെ തന്നെ തെരളിയില ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യം അമ്മ പോകുമ്പോൾ ഇവിടുന്ന് പിച്ചി ഇലയെല്ലാം കഴുകി, വലിയ ഇല നോക്കി കഴുകി കൊണ്ടുപോകും. ഇതവണ നമ്മൾ മരം മുറിച്ചിട്ട് പിന്നെ കിടിച്ചു വന്നതാണ്. പക്ഷെ പിന്നെ കിടിച്ചപ്പോൾ ഇലയെല്ലാം നല്ല ഇലയാണ്. പണ്ടത്തെ ഇലയൊക്കെ ചീത്തയാവുമായിരുന്നു. അങ്ങനിപ്പോൾ ഇലയെല്ലാം പിച്ചി കഴുകി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പൊങ്കാലയ്ക്ക് കൊണ്ടുപോകേണ്ട സാധനമാണ്. തെരളി ഇല, ഇത് കണ്ടോ, ഇത് നമ്മുടെ വേറെ കൊതുമ്പും ചിരട്ടയെല്ലാം കൂടെ കട്ട് ചെയ്ത് കവറിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഐറ്റംസ് എല്ലാം ഇതും തെരളി ഇല തന്നെയാണ്. അമ്മയും ചിറ്റയും എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ഉള്ള തെരളി ഇല പിച്ച് വെച്ച് വെക്കും. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് മേടിക്കാൻ നടക്കണ്ട. കാരണം ഞാൻ നമ്മുടെ പൊങ്കാല ഒരുക്കുന്നത് ഇനി ശർക്കര പൊടിച്ചെടുക്കുക, തേങ്ങ തിരിങ്ങി വയ്ക്കുക തുടങ്ങി ചെറിയ പേര്. തേങ്ങ തിരിങ്ങി വയ്ക്കുന്നില്ല, ശർക്കര പൊടിച്ച് വെച്ചുകൊണ്ട് പോകാൻ ഉള്ള പരിപാടിയൊക്കെ. എല്ലാവരും ആദ്യത്തിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അകത്തോട്ട് കയറിപ്പോയി. ഇവിടെ ഇപ്പോൾ ഇന്ന് വറ്റാൽ പൊങ്കാലയ്ക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ചേച്ചിയും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഭയങ്കര ഓണാണ് വീട്ടിൽ. ഇനിയിപ്പോൾ വൈകിട്ട് പോകും അമ്മ. കാരണം ചൊവ്വാഴ്ചയാണ് പൊങ്കാല. പക്ഷേ അവരിന്നേ പോകും. വേറെ 2 അമ്പലത്തിലൊക്കെ കയറി അങ്ങനെയാണ് അവരെ പൊങ്കാലയ്ക്ക് ഇല്ല. പ്രാവശ്യം രാഹു നേരത്തെ ആയതുകൊണ്ട് പൊങ്കാല നേരത്തെ ആണെന്നൊക്കെ ഇങ്ങനെ കേട്ട്, കറക്റ്റ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ച ഒരു രാവിലെ തന്നെ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് നേരത്തെ ചിലപ്പോൾ എത്തുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവരിന്ന് വൈകിട്ട് പോകും. 2 ദിവസം ഞാനും അച്ഛനും മാത്രം. ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുക. ഞങ്ങളെ കണ്ട അടുത്ത ആളും വരും. എന്താ റിമോട്ട് കിട്ടിയോ? ഭാഗത്തോട്ട് വാ, വണ്ടി വരും. വാ, ഇവിടല്ലേ വീട്.
അത് ഒതുക്കി വെച്ചിട്ട് മതി. അങ്ങനെ കൊണ്ടുപോകാം. പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് കണ്ട നേരവും തുടച്ചുകൊണ്ടിരുന്നാൽ മതി. ഇവിടെ ഫുള്ളതാ ഫുള്ള് വെള്ളം. പക്ഷേ ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ പിള്ളേർ വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും നേരം എൻഗേജ് ആയിരിക്കും. പക്ഷെ പനി വരാനുള്ള സാധ്യതയാണ് പേടി. ഫുള്ള് തുടക്കി, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇവർ തന്നെ വന്ന് തിന്നും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പോവും. എല്ലാവരും ഇറങ്ങാനായി നേരമായി വരുന്നു. പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ എടുത്ത് കണ്ട പോലെ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ബാഗിലോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. അവർ ബസ്സിലാണ് പോകുന്നത്, അപ്പോൾ സൗകര്യമായിട്ട് പോവാം. ഓക്കെ, പിള്ളേരുള്ളപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും വൃത്തിയായി കിടക്കണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെയല്ലേ രസം. ഇതാണ് പുതിയ വണ്ടി. ഈ വണ്ടിയുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഈ വണ്ടിയുടെ അങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചാൽ 3 വണ്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരും. എൻ്റെ കസിൻ, അളിയൻ, മേത ചേച്ചി, അത്രയും ഞങ്ങളുടെ വീട്ടിൽ മാർക്കറ്റുള്ള വണ്ടി. ഞങ്ങളോട് എൻ്റെ അഭിപ്രായം എല്ലാവരും ചോദിച്ചിട്ട് ഈ വണ്ടി എടുത്ത് ഒത്തിരി പേരുണ്ട്. യമഹയുടെ സ്ട്രീറ്റ് റാലി റേസർ. പക്ഷെ അടിപൊളി വണ്ടി കേട്ടോ, ലോങ്ങൊക്കെ പോകാൻ സൂപ്പറാണ്. അടിപൊളി വണ്ടി. എനിക്ക് വണ്ടി ഓടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പുതിയ മോഡലാണ്, ഏറ്റവും പുതിയത്. ഇതിപ്പോൾ എടുത്തിട്ട് 1 മാസം പോലും ആയിട്ടില്ല. നമുക്കിനി ഒരു ഫോട്ടോ സെക്ഷൻ. രണ്ടുപേരുടെയും ബർത്ത്ഡേ March 4 മോൻ്റെ, March 7 മോളുടെ, അങ്ങനെയാണ്. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ ബർത്ത്ഡേക്ക് പ്രാവശ്യം പ്രത്യേകം വേറെ ഫോട്ടോഗ്രാഫി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഓൾറെഡി മോളുടെ കുറച്ച് ഫോട്ടോ നല്ലതുണ്ട്, മോൻ്റെ അത്രയും ഇല്ല സിംഗിളായിട്ട്. അപ്പോൾ അവൻ്റെ ഒന്ന് എടുപ്പിക്കാൻ അവനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ S300 തന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻസ് ഞാൻ പറഞ്ഞതിൽ തന്നെ അങ്ങ് എടുക്കാം. ഇനിയിപ്പോൾ വെറുതെ നമ്മൾ ക്യാമറ ഹയർ ചെയ്തൊന്നും എടുക്കേണ്ട സമയവും ഇല്ല. അപ്പോൾ പിന്നെ ചെയ്യുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അത് കാരണം കുറച്ച് നല്ല ഫോട്ടോ ഇപ്പോൾ എടുത്ത് മാറാം. അപ്പോൾ അടുത്ത ശനിയാഴ്ചയാണ് മോളുടെ ബർത്ത്ഡേയുടെ അന്നാണ് രണ്ടുപേരുടെയും കൂടെ കേക്ക് മുറിക്കുന്നത്. അതിൻ്റെ യുദ്ധമാണ് നടക്കുന്നത്. ഡാ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ അമ്മേനെ കൊണ്ടുവന്നാക്കി
ഇന്നലെ ആയിരുന്നു. പിന്നെ എൻ്റെ എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് വന്ന് ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് കയറി. പിന്നെ ഇന്നെല്ലാം കഴിഞ്ഞിപ്പോൾ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുക. അവരവിടെ ചെന്നു. അവിടെ ഒരു വീട്ടിൽ എല്ലാം പോയിട്ട് ഫ്രഷൊക്കെ ആയി. അവരിപ്പോൾ മണ്ടയ്ക്കായിട്ട് ക്ഷേത്രത്തിൽ നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഒരു കന്യാകുമാരി ശുചീന്ദ്രം ഒക്കെ കറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ഥലമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് പൊങ്കാലയുടെ. ഇപ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൊങ്കാലയ്ക്ക് പോക്ക് വിശേഷം. ഇനിയിപ്പോൾ നാളെ ഒരു വൈകുന്നേരത്തിനുള്ളിൽ വരും. കാരണം ഇത്തവണ പൊങ്കാല നേരത്തെ ആണല്ലോ, ഗ്രഹണം മറ്റും ഉള്ളതുകൊണ്ട്. അപ്പോൾ നേരത്തെ കഴിഞ്ഞിട്ട് ഒരു നേരത്തെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ അവരവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ എത്തും അവർ. ആണ് പൊങ്കാല വിശേഷം. കുട്ടി വ്ളോഗാണ്. എല്ലാവർക്കും ഇനി ഒരു വ്ളോഗൊക്കെ എടുത്ത് ഇടുമ്പോൾ കാണാം. ചാനൽ കാണുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. കാരണം ഇതേപോലത്തെ വീഡിയോസും ഷോർട്സ് വീഡിയോസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാറ്റ.